പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്നാണ് സംസാരശക്തി. നമ്മുടെ വാക്കുകൾ ഒരാളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും പ്രത്യാശ നൽകാനും കുടുംബങ്ങളെ കൂട്ടിയിണക്കുവാനുമൊക്കെ കഴിയും. അതേസമയം ഒരു പരുഷവാക്കിന് ഹൃദയങ്ങളെ മുറിപ്പെടുത്താനും ബന്ധങ്ങളെ തകർക്കുവാനും കഴിയും. സംസാരത്തെപ്പറ്റിയുള്ള നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന പിതാവിൻ്റെ ആത്മാവത്രേ. തൻ്റെ മക്കളുടെ വാക്കുകൾ കോപത്തിൽ നിന്നോ അഹങ്കാരത്തിൽ നിന്നോ ആകരുതെന്നും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ് കർത്താവ് നിഷ്കർഷിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അഭിഷേകം ചെയ്തിരിക്കുന്ന നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് തിരുവചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, നമ്മുടെ വാക്കുകൾ നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യമാണ്. നാം പറയുന്ന ഓരോ വാക്കും ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റായി ചിത്രീകരിക്കുകയോ ചെയ്യുവാൻ ഇടയാക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാപൂർണവും ഹൃദ്യവുമായിരിക്കട്ടെ. കൊലോസ്യർ 4:6. ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കുകയും സാമൂഹ്യ ജീവിതത്തിൽ പരുഷമായി സംസാരിക്കുകയും ചെയ്താൽ നമ്മുടെ സാക്ഷ്യം തീർച്ചയായും ദുർബലമാകും. അതുകൊണ്ടാണ് യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത്, ഒരേ നാവിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടരുത് എന്ന്. രണ്ടാമതായി, നമ്മുടെ വാക്കുകൾക്ക് ആത്മീയ ക്വാളിറ്റി കൺട്രോൾ ആവശ്യമാണ്. സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് സത്യമാണോ, ആവശ്യമാണോ, ഇത് സ്നേഹത്തോടെ പറയാവുന്ന വാക്കുകളാണോ, എൻ്റെ ഈ വാക്കുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമോ തുടങ്ങിയ വീണ്ടും വിചാരം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ അനുഗ്രഹങ്ങൾക്കായി നമ്മളും പ്രാർത്ഥിക്കണം. 141-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. ഒരു കോപവാക്ക് വർഷങ്ങളോളം മായാത്ത മുറിവ് ഹൃദയത്തിലുണ്ടാക്കും. എന്നാൽ ഒരു പ്രോത്സാഹന വാക്ക് ഒരാളുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മൂന്നാമതായി, പരിശുദ്ധാത്മാവിന് നമ്മുടെ നാവിനെ സമർപ്പിക്കണം. ജഡം എപ്പോഴും പ്രതികാരമാണ് സംസാരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് കൃപ സംസാരിക്കും.
ജഡം കോപിക്കും, പരിശുദ്ധാത്മാവ് സമാധാനം നൽകും. ചില സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നതിനേക്കാൾ മൗനം പാലിക്കുന്നതായിരിക്കും ആത്മാവിൻ്റെ ജ്ഞാനം. യേശു വ്യാജ ആരോപണങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും മൗനം പാലിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുമ്പോൾ ഭവനങ്ങളിൽ സമാധാനം വരും, മുറിവേറ്റ ബന്ധങ്ങൾ സൗഖ്യം പ്രാപിക്കും, മക്കൾക്ക് പ്രോത്സാഹനമാകും, സഭയിൽ ഐക്യമുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗരഭ്യവും പ്രകാശവും കൂടുതൽ സംസാരിക്കുന്നതിലല്ല, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വാക്കുകൾ സംസാരിക്കുന്നതിലാണ്. വിദ്യാഭ്യാസവും ബുദ്ധിപരമായ കഴിവും നേതൃത്വ ശേഷിയുമുള്ള പലരിലും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സംസാരം കുറഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ പ്രതിസന്ധികൾ വളരെ അധികമാണ്. നമ്മുടെ വാക്കുകൾ വായിൽ നിന്നും പുറപ്പെടുന്നതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റി കൺട്രോളിലൂടെ കടന്നു പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകൾ മുറിവിന് പകരം സൗഖ്യവും ശാപത്തിന് പകരം അനുഗ്രഹവും നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്നതും പ്രതികരണത്തിന് പകരം ഊഷ്മള സ്നേഹം പകരുന്നതുമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മസംഘർഷത്തിൻ്റെയും സഹനങ്ങളുടെയും ഒക്കെ സമയത്ത് നമ്മുടെ ബലഹീനമായ ജഡം സംസാരിക്കാതെ പിതാവിൻ്റെ ആത്മാവ് നമ്മളിലൂടെ സമർപ്പിക്കുന്നതിനായി നമ്മുടെ ശരീര മനസ്സുകളെ നമുക്ക് സമർപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്തവർ പൂർണ്ണരാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവർക്ക് കഴിയും. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് കത്തിച്ച് ചാമ്പലാക്കുന്നത്. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്ര ജീവികളെയുമൊക്കെ മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സ്വന്തമായി കഴിയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. അത് സഹോദരരെ ഉചിതമല്ല.
സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. വാക്കുകളിലൂടെ സമാധാനമുണ്ടാക്കുന്നവർ വാക്കുകൾ കൊണ്ട് സമാധാനം വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായ വാക്കുകളും സ്തോത്രങ്ങളും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ സർവശക്തൻ്റെ അത്ഭുതകരമായ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.